ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. അതിനായി ചെറിയ 2 പീസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നീട് പച്ചമുളക്, സവാള, ക്യാരറ്റ്, ഒണിയൻ, ടൊമാറ്റോ, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന്. ഞാനിവിടെ എല്ലാം 1-2 എണ്ണം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം വെച്ചിട്ട് എടുത്താലും മതി. കുറച്ച് ജീരകവും എണ്ണയും. ആദ്യം കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് 1-2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കുറച്ച് നമ്മുടെ ജീരകം ഇടാം. ജീരകം അതിൻ്റെ ടേസ്റ്റായി കറിക്ക് ഏറ്റവും നല്ലതായിട്ട് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ജീരകം ഇട്ടു. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്ന സമയത്ത് പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യണം. പച്ചമുളക് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തതിന് ശേഷം സവാള ഒന്ന് ജസ്റ്റ് അതിനകത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം സവാള പെട്ടെന്ന് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം പൊട്ടറ്റോ ആഡ് ചെയ്തു. പൊട്ടറ്റോ അതിനകത്തേക്കൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത്. ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് തക്കാളി, നമ്മൾ ഒരു അരമുറി തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം പുളി ഒത്തിരി വേണ്ട. അപ്പോൾ ഒരു അരമുറി തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തു. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അതിനുശേഷം കുറച്ച് മുളക് പൊടി, കാര്യം മുളക് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർക്കുന്നതിന് മുന്നായിട്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, കാര്യം പച്ചമുളക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ അല്പം ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം. കുറച്ച് ഡാല് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം ഡാലും ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ വെച്ച് ഇത് കുക്കറിൽ വെച്ചിട്ട് അടച്ച് 2-3 വിസിൽ വരുന്നത് വരെ വെക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കറി കാണുന്നത്. ഇത് നമ്മൾ കഷ്ണങ്ങൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ ഉടച്ചും കൂടെ എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ അടിപൊളിയാണ്. ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെജിറ്റബിൾ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.